നീ ഇവിടെ എത്തിയില്ലല്ലേ? ഓക്കെ. എവിടെയാ, വീട്ടിലാണോ അതോ എവിടെയാണ്? ട്രിവാൻഡ്രത്തല്ലേ നീ എത്തിയത്? ഓക്കെ. ഞാൻ എന്താ ഈ മെസ്സേജ് അയക്കുന്നു പറഞ്ഞാല്, ഒരു കാരണവശാലും ഒരു ഇന്റർവ്യൂ ഒരു മീഡിയയുമായിട്ടും കൊടുക്കാൻ പാടില്ല. എയർപോർട്ടിൽ വന്നപ്പോൾ തന്നെ എന്താ പറഞ്ഞതെന്ന് ഞാൻ കേട്ടു. അത് തന്നെ ഒട്ടും അവിടെ വെച്ച് തന്നെ അത് അവോയ്ഡ് ചെയ്യേണ്ടതായിരുന്നു. ഇവിടെ നാളെ ഒരു മീഡിയയോട് പോലും സംസാരിക്കാൻ പാടില്ല. വളരെ ക്ലാരിറ്റിയുടെ കോൺട്രാക്റ്റിലുള്ളതാണ്. അങ്ങനെ ചെയ്തത് ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ആണ്. അങ്ങനെ ഒരു സംഗതി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് അതിൻ്റെതായ രീതിയിലേക്ക് പിന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. സോ നിങ്ങളോട് പ്രത്യേകം പറയാൻ ഒന്നുകൂടെ, വളരെ സെൻസിറ്റീവ് ആണ്. ഒരു കാരണവശാലും ഒരു ഇന്റർവ്യൂ പാടില്ല കേട്ടോ. ഓക്കെ. നാളെ ഫ്രീ ആവുമ്പോൾ തന്നെ ഒന്ന് വിളിക്കാം. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഇതാണ് ഓഡിയോ. ഇതുപോലെ അദ്ദേഹം ഇതുപോലെ പല കോളുകളും, അതായത് ഇപ്പൊ എന്റെ ഒരു വീഡിയോ ബൈറ്റ് പുറത്തു വരികയാണെങ്കിൽ ആ വീഡിയോ ബൈറ്റ് എനിക്ക് വാട്സാപ്പിൽ അയച്ചു തന്നിട്ട് അതിന്റെ പുറകെ ഒരു ഓഡിയോ സന്ദേശവും അതിന്റെ പുറകെ പുള്ളി എന്നെ ഒരുപാട് പ്രാവശ്യം വിളിക്കാറുണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. അദ്ദേഹത്തിന്റെ പേര് തൽക്കാലം ഞാൻ പുറത്ത് പറയുന്നില്ല. കാര്യം ഇതിന്റെ FIR രജിസ്റ്റർ ആയി FIRന്റെ കോപ്പി ഞങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇമ്മീഡിയറ്റ്ലി. അതിന്റെ ആവശ്യമായിട്ട് ഞാൻ നാളെ ഇത് പോകുന്നുണ്ട് ചെന്നൈയിലേക്ക്. അത് കഴിയുമ്പോഴേക്ക് FIR കോപ്പി കിട്ടും. അത് ഉറപ്പായും മാധ്യമങ്ങളിലൂടെ നിങ്ങളുടെ ഡിജിറ്റൽ നിങ്ങളുടെ കയ്യിലേക്ക് ഞാൻ FIRന്റെ കോപ്പി ഷെയർ ചെയ്യാം. അപ്പൊ അതിൽ ഇദ്ദേഹത്തിന്റെ പേര് കൃത്യമായിട്ട് ഉണ്ടായിരിക്കും. ഇത് ഞാനൊന്ന് കാണിക്കാം പുള്ളി എന്താണ് എനിക്ക് അയക്കുന്ന മെസ്സേജസ്. ഇവര് വാട്സാപ്പിലെ വിളിക്കാറുള്ളൂ കേട്ടോ. ഇവര് നോർമൽ കോൾ വിളിക്കാറില്ല. കാര്യം വാട്സാപ്പിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് വോയിസ് കോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇവര് എന്നെ വിളിക്കുന്നത് നോർമൽ കോൾ വിളിക്കാറില്ല, വാട്സാപ്പിലാണ് വിളിക്കുന്നത്. ഞാനൊന്ന് കാണിക്കാം. ഇത് എന്റെ ഒരു ഇന്റർവ്യൂ ബൈറ്റ് വരികയാണെങ്കിൽ ഇന്റർവ്യൂ ബൈറ്റ് എനിക്ക് ഇങ്ങനെ എടുത്ത് അയക്കും. അതിന്റെ താഴെ ഒരു മെസ്സേജ് ഉണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ ബാക്ക് ടു ബാക്ക് ഇദ്ദേഹം ഫോൺ ചെയ്യും. കഴിയുന്നത് കോൾസ് ഒക്കെ ഞാൻ ഇഗ്നോർ ചെയ്യാറുണ്ട്. എന്നാലും പുള്ളി ബാക്ക് ടു ബാക്ക് എന്നെ വീണ്ടും ഇതുപോലെ ഓരോ ഓഡിയോ മെസ്സേജ് അയച്ച് ത്രട്ടനിങ് ഓഡിയോ മെസ്സേജസ് ആണ്. ഇത് ഞാൻ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളതാണ് ഇപ്പൊ പ്ലേ ചെയ്യാത്തത്. കാര്യം ത്രട്ടൻ കേസും ഇതിന്റെ പുറകിലുള്ളത് കൊണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു ഡിഫൻസ് സെറ്റ് ചെയ്യാതിരിക്കാനാണ് നമ്മൾ പ്ലേ ചെയ്യുന്നത്. ബാക്ക് ടു ബാക്ക് എന്റെ ഓരോ ഏത് മീഡിയ ഇപ്പൊ ഞാൻ ഇതൊരു ഒരു മോളിൽ കൊടുത്ത ഒരു ചെറിയൊരു ബൈറ്റാണ്. അത് വെച്ച് തരാൻ എന്നെ ത്രട്ടൻ ചെയ്തിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ സംസാരിക്കാൻ? നീ 100ാമത്തെ ദിവസം നീ എന്ത് പറയും? എന്താണ് ചെയ്യാൻ പോകുന്നത്? നിനക്കൊരു ജീവിതമില്ലേ? അങ്ങനെ പറഞ്ഞ് പല രീതിയിലുള്ള ഇത്രയും ബാക്ക് ടു ബാക്ക് ഈ അടുത്ത ദിവസം ഞാൻ ടു ബി എക്സാക്ട് ഞാൻ ഈ മൂവി വേൾഡ് ഒരു ഇന്റർവ്യൂ കൊടുക്കുന്ന ദിവസം വരെയും ഇവരെന്നെ വിളിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷമാണ് ഇവരെ വിളിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ത്രട്ടനിങ് കോൾസ് അത് എനിക്ക് മാത്രമല്ല എന്റെ ചുറ്റുമുള്ളവരെ വിളിക്കാറുണ്ട്. എന്റെ സുഹൃത്തുക്കളെ വിളിച്ച് പറയുന്നത് സിബിന് ഒരു ജീവിതമില്ലേ, അവനോട് പറഞ്ഞ് മനസ്സിലാക്കണം, അവനെ ഞങ്ങൾ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ആ കൂട്ടുകാർക്കുള്ള ത്രട്ട് ഇതാണ്, അവനുമായി സഹകരിച്ചാൽ നിങ്ങളെയും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും, നിങ്ങളും ഇനി മീഡിയയിൽ വർക്ക് ചെയ്യില്ല, ഭീമമായ തുക അവനിൽ നിന്ന് ഞങ്ങൾ നഷ്ടപരിഹാരം മേടിക്കും. അങ്ങനെയുള്ള ത്രട്ടനിങ്ങും ഇതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി ഇതിന് കഴിഞ്ഞ് അടുത്ത സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് എന്റെ അടുത്ത് ദേഷ്യം വരാനുള്ള കാര്യം, ഇദ്ദേഹം തന്നെ എനിക്ക് ഒരു നിശ്ചിത ഫീസ് ആദ്യം ഈ പേയ്മെന്റ് തീരുമാനിച്ചിരുന്നു, ഒരു എമൗണ്ട് തീരുമാനിച്ചിരുന്നു. അതിന്റെ 50% ഇദ്ദേഹത്തിന് കൊടുത്താൽ മാക്സിമം ദിവസം എന്നെ അവിടെ നിർത്തി തരാമെന്ന് ഇയാൾ പറഞ്ഞിരുന്നു. ഇതാണ് നിന്റെ പേയ്മെന്റ്, ഒരു തുക പറഞ്ഞിട്ട് അതിന്റെ പകുതി പൈസ തരാമെങ്കിൽ മാക്സിമം ദിവസം ശിവനെ അവിടെ നിർത്തി തരാം എന്ന് എന്നോട് പറഞ്ഞ് ഞാനത് പറ്റില്ല, അത് അങ്ങനെ സാഹചര്യം ഇല്ല, അതിന്റെ ആവശ്യമില്ല സാറെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ എന്റെ പേയ്മെന്റ് ഒരു വളരെ ഏറ്റവും മിനിമം പേയ്മെന്റിലേക്ക് ഇവർ എത്തിച്ചു. പിന്നെ ആ സമയത്ത് ഞാൻ കയറുന്ന കാര്യങ്ങൾ കൺഫേം ആയതുകൊണ്ടും മറ്റു കാര്യങ്ങൾ ഉള്ളത് കൊണ്ടും ഞാൻ എന്തായാലും പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഒരുപാട് തുക ഈ ഷോയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് പോയി. അതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് കയറി ഷോ കണ്ടിന്യൂ ചെയ്താണ്. അപ്പം ഇദ്ദേഹം ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ത്രട്ടൻ കോൾസ് ഉണ്ട്. അതിൽ ഒരു കോള് റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഒരു കോളില് പുള്ളി കൃത്യമായി പറയുന്നുണ്ട്, നീ അവിടെ ചെയ്ത കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് ഞങ്ങളത് വീക്കെൻഡ് എപ്പിസോഡിൽ കാണിച്ച് ഒരു ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റ് കൂടി ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും. ഇതായിരുന്നു കൊണ്ടായിരുന്ന ത്രെറ്റ്. അപ്പൊ ഞാൻ മനസ്സിലാക്കേണ്ട, ഒരു വീഡിയോ കോളിൽ വന്ന് ഒരു ഡോക്ടറിനെ മനസ്സിലാക്കി എനിക്ക് സ്കീസോഫ്രീനെന്ന് പറയാൻ മാത്രമുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു അസുഖമാണോ ഇതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ആ രീതിയിൽ വരെ ഇദ്ദേഹം എന്നെ ത്രട്ടൻ കോൾ ചെയ്തിട്ടുണ്ട്. എന്നെ വീട്ടുകാരെ ഇദ്ദേഹം ഇവരാരും കൃത്യമായി ഇൻഫർമേഷൻ കൊടുത്തിട്ടില്ല. അങ്ങനെ ബാക്ക് ടു ബാക്ക് ത്രെറ്റ് വന്ന് അവസാനം നിവൃത്തിയില്ലാതെയാണ് ഞാൻ ഇതൊരു നിയമപരമായി നേരിടാം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേർന്ന. നിയമോപദേശം കൃത്യമായി ലഭിച്ചു. അതിന്റെ പേരിലാണ് ഞങ്ങൾ കേസ് കൊടുക്കാനായിട്ട് തമിഴ്നാട്ടിൽ പോയത്. ഞങ്ങൾ തമിഴ്നാട്ടിൽ ചെന്ന് ഇതിന്റെ കൺസേൺ സ്റ്റേഷനായ നസറത്പട്ട് സ്റ്റേഷൻ, അവിടെ ഞങ്ങൾ പരാതി കൊടുക്കാൻ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾ പരാതി അവർ സ്വീകരിച്ചില്ല. ആ SHO കൃത്യമായി ഇവരുടെ കൺട്രോളിലാണ് ആ സ്റ്റേഷൻ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി.
കാരണം ഞങ്ങൾ എത്തി ഞങ്ങളുടെ ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്ത് ഇത് ഏത് ഷോയാണ്, ഇത് ഏത് ചാനലാണെന്ന് ചോദിച്ചതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ SHO കാണാൻ വന്നത്. കാണാൻ വന്ന അദ്ദേഹം പറഞ്ഞത് പരാതി സ്വീകരിക്കില്ല, പരാതി എടുക്കില്ല. അപ്പം അദ്ദേഹം അതിന്റെ നിയമവശങ്ങൾ പറഞ്ഞ് പരാതി സ്വീകരിച്ച് റെസീറ്റ് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു തരാൻ പറ്റില്ല, നിങ്ങൾ വേണമെങ്കിൽ DGPക്ക് പരാതി കൊടുത്തെന്ന് പറഞ്ഞു, ACPക്ക് പരാതി കൊടുത്തെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ നീതി കിട്ടില്ലെന്ന് മനസ്സിൽ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾ അവിടെ നിന്നും ഒരു ഇന്നോവ കാർ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ഇന്നോവ കാർ ഫോളോ ചെയ്യുന്നു. അപ്പൊ ഫോളോ ചെയ്യുന്ന മനസ്സിലാക്കി തൊട്ടടുത്തുള്ള ഒരു കോടതിയിലേക്ക് ഞങ്ങൾ വണ്ടി കയറ്റി. അവിടുത്തെ മജിസ്ട്രേറ്റിനെ കാണാനായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. അവിടെ എത്തിയപ്പോൾ ആ വണ്ടിയിൽ നിന്ന് വന്ന 4 പേരുണ്ടായിരുന്നു. അതിൽ ഒരാളെ ഞാൻ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അയാളുടെ പേര് ജീവ എന്നാണ്. ഈ ജീവ എന്ന് പറയുന്നത് എൻഡമോൾ ഷൈന്റെ ഒരു സ്റ്റാഫാണ്. ഫോട്ടോ കാണിക്കുന്നില്ല, ഫോട്ടോ എന്റെ കയ്യിലുണ്ട്, അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസും ഫോൺ നമ്പറും ഒക്കെ എന്റെ കയ്യിലുണ്ട്. ജീവയാണ് എന്നാണ് അയാളുടെ പേര്. അയാൾ എൻഡമോളിന്റെ സ്റ്റാഫാണ്. അയാളെ ഞാൻ നേരിട്ട് അങ്ങോട്ട് പോയി ഞാൻ സംസാരിച്ചു, എന്താണ് ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി വേറൊരു കള്ളം പറഞ്ഞത്. കള്ളമാണെന്ന് എനിക്ക് മനസ്സിലായി. കാര്യം ആ സമയത്ത് ആ കോടതിയിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. അപ്പോ അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു അഡ്വക്കേറ്റ് ഞങ്ങളെ വന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ലോക്കൽ ത്രെറ്റ് ഉണ്ട്, ഇവിടെ നിൽക്കണ്ട, നിങ്ങൾ ഇവിടുന്ന് പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് ഞങ്ങൾ അന്നേ ദിവസം അവിടെ നിന്ന് പോയി. അടുത്ത ദിവസമാണ് ഞങ്ങൾ DGPക്ക് പരാതി കൊടുത്തത്. DGP ആ പരാതി കേൾക്കുകയും കൃത്യമായ നടപടി എടുക്കാമെന്ന് ഉറപ്പുവരും. DGPക്ക് ഞങ്ങൾ തമിഴ്നാട് DGPക്ക് കൊടുത്ത പരാതിയുടെ റെസീറ്റാണിത്. ആ പരാതിയിന്മേൽ കൃത്യമായ ആക്ഷൻസ് എടുത്തിട്ടുണ്ട്. ആ ആക്ഷന്റെ ഭാഗമായിട്ടാണ് എന്നെ ഇന്നലെ വിളിച്ച് നിങ്ങളുടെ കേസിന് നമ്പർ ആയിട്ടുണ്ട്, സ്റ്റേറ്റ്മെന്റ് തരാനായിട്ട് ചെന്നൈയിൽ വരണമെന്ന് പറഞ്ഞത്. അപ്പം ഞാനിത് പബ്ലിക്കിൽ ടേക്കപ്പ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ ഹ്യൂമൻ റൈറ്റ്സിന്റെ 100% ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ആണ്. അതായത് ഇവർക്ക് വേണ്ട രീതിയിൽ മത്സരം നടക്കുവാനായിട്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ അല്ലെങ്കിൽ ജീവന് തന്നെ ഭീഷണിയാവുന്ന രീതിയിൽ ഇവർ അതിനകത്ത് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഒന്ന്, ഗെയിമിനുള്ളിൽ ഇവർക്ക് എന്ത് മാറ്റങ്ങളോ ഫേവറിറ്റിസോ ഒക്കെ കാണിക്കാമായിരിക്കും. പക്ഷെ ഒരു മനുഷ്യന്റെ എന്താ പറയാ സ്വഭാവം മറ്റു രീതിയിൽ ഇവര് എഡിറ്റിംഗിൽ മാനിപ്പുലേറ്റ് ചെയ്ത് ചിത്രീകരിക്കുന്നു. അതിലും തീരാത്ത ആൾക്കാരെ മരുന്ന് കൊടുത്ത് പരീക്ഷണ വസ്തുക്കളായിട്ട് ഇവർ ഉപയോഗിക്കുന്നത്. അത് ആർക്ക് വേണ്ടി? ഇവർക്ക് ആരാണ് മരുന്ന് സപ്ലൈ ചെയ്യുന്നത്? ഏത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് ഇത് ചെയ്യുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണങ്ങൾ നടത്തുന്നത്? അങ്ങനെ ഇപ്പം നമ്മൾ മൃഗങ്ങൾക്ക് മരുന്നെടുത്ത് പരീക്ഷിച്ചിട്ട് ആ മൃഗങ്ങൾ എന്ത് ചെയ്യുന്നു, ഏത് രീതിയിൽ പെരുമാറുന്നു ഒബ്സർവ് ചെയ്യാനുള്ള ഒരു കൃത്യമായ ഒരു ഇതിലാണല്ലോ മരുന്നിന്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇതിന്റെ പുറകിലുണ്ട്. ആ ചോദ്യങ്ങളൊക്കെ ഞങ്ങൾ ഈ പരാതിയിലൂടെ മുന്നിലേക്ക് വെക്കുകയാണ്. ഇതിന് കൃത്യമായ ഒരു നടപടി ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ നിയമത്തിലെ വിശ്വാസമുണ്ട് എനിക്ക്. ഒരു കോർപ്പറേറ്റ് കമ്പനിയാണ് അപ്പുറത്തുള്ളതെന്ന് കൃത്യമായ ബോധ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇറങ്ങിയത്. നീതി ലഭിക്കുമെന്ന് പൂർണ്ണമായ ബോധ്യമുണ്ട്. അത് മാത്രമല്ല, എനിക്ക് ജനങ്ങളിലേക്ക് ഇത് എത്തിക്കണം, എല്ലാവരും അറിയണം. ഒരു ഷോയുടെ മറവിൽ ഇവര് കാണിക്കുന്ന ഈ പറയുന്ന ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ, ഒരു മനുഷ്യന്റെ ജീവന് പോലും യാതൊരു ഒരു വിലയും കൊടുക്കാത്ത രീതിയിലാണ് ഇവർ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്തിന്? എന്റെ അച്ഛൻ വയ്യാതായി, അദ്ദേഹത്തിന് ഹാർട്ട് ഓപ്പറേഷൻ ആണെന്നുള്ള കാര്യം എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞപ്പോൾ പോലും ഇവര് സമ്മതിച്ചില്ല. മറ്റ് ബാക്കിയുള്ളവർക്കൊക്കെ അതിനുള്ള പ്രൊവിഷൻ കൊടുക്കുമ്പോൾ എന്നോട് അത് ചെയ്തില്ല അവര്. അങ്ങനെ ബാക്ക് ടു ബാക്ക് എന്നെ ഇവർ ഉപദ്രവിക്കണം. ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്, ഇവരുടെ ഭാഗത്ത് തെറ്റില്ല എങ്കിൽ എനിക്ക് തരാൻ സമ്മതിച്ച കോൺട്രാക്ട് പ്രകാരമുള്ള പേയ്മെന്റിന്റെ ഡബിൾ പേയ്മെന്റ് ആണ് ഇവരെനിക്ക് തന്നത്. ഇറങ്ങിയതിന് ശേഷം ഞാൻ ഈ പ്രശ്നം ഇവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തപ്പോൾ എനിക്ക് ആദ്യം തന്ന പേയ്മെന്റിന്റെ അന്നേ ദിവസം തന്നെ എനിക്ക് രണ്ടാമത് അതേ എമൗണ്ട് വീണ്ടും എന്റെ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു ഇന്റർവ്യൂസ് കൊടുക്കരുത്. കാര്യം ഞാൻ പറഞ്ഞു ഇന്റർവ്യൂസ് കൊടുത്ത് എനിക്ക് റവന്യൂ കിട്ടും, എന്റെ അച്ഛന്റെ സർജറിക്ക് അതെനിക്ക് ഉപകാരപ്പെടുന്നു പറഞ്ഞതിന്റെ പേരിൽ ഇവരെനിക്ക് രണ്ടാമതും പേയ്മെന്റ് 2 പ്രാവശ്യമായിട്ട് പേയ്മെന്റ് തന്നു. ഇനി സിബിൻ പുറത്തേക്ക് സംസാരിക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ ഇതാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്. 100% ഹ്യൂമൻ റൈറ്റ്സ് വയലേറ്റഡ് ആയിട്ടാണ് ഈ ഷോ അവർ നടത്തുന്നത്. മാനസിക പരിഗണന പോയിട്ട് മനുഷ്യത്വം പോലും ഇല്ലാത്ത രീതിയിലാണ് അവിടെയുള്ള മത്സരാർത്ഥികളോട് ഇവർ പെരുമാറുന്നത്. ഇത് ഒരുപാട് പേര് ഈ അനുഭവം പങ്കുവച്ചിട്ടുണ്ട് പലപ്പോഴും ഇതിനു മുന്നേയും. പക്ഷെ അതൊന്നും ആരും ടേക്കപ്പ് ചെയ്തില്ല. വീണ്ടും ഒരു കാര്യം വിട്ടു, അതായത് ഈ നസറത്പട്ട് സ്റ്റേഷനിൽ തന്നെ ഇതേ ഷോയ്ക്കെതിരെ 3 FIR വേറെ വീണിട്ടുണ്ട്. ഇതുപോലെ പല ബിഗ് ബോസിലെ പല സീസണലായിട്ടുള്ള പല മത്സരാർത്ഥികളും കൊടുത്തിട്ടുള്ള പരാതിയിന്മേൽ 3 FIR ഓൾറെഡി ഉണ്ട്. അത് അവര് കാശ് കൊടുത്ത് ഒതുക്കിയെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അത് ഇതേ ഡ്രഗ് യൂസ് തന്നെയാണ്. ഈ ഡ്രഗ് കൊടുത്തതിന്റെ പേരിൽ ആത്മഹത്യാ ശ്രമം ഹൗസിനുള്ളിൽ നടത്തി. അതിൽ ഒരു കുട്ടിയുടെ വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. പേര് ഞാൻ പറയുന്നില്ല. തമിഴ് സീസണിലാണ്. ആ കുട്ടി കൈ മുറിച്ച് അതിനകത്ത് വെച്ച് ആത്മഹത്യാ ശ്രമം നടത്തി. അത് മരുന്ന് കൊടുത്തതിന്റെ പേരിലാണെന്നും
സൈക്കാട്രിക് ഡ്രഗ് കൊടുത്തതിന്റെ പേരിലാണെന്ന് ആ കുട്ടി മൊഴി കൊടുത്ത് അതിന്റെ പേരിൽ ഒരു FIR ഈ നസ്രത്പുർ സ്റ്റേഷനിൽ തന്നെയുണ്ട്. സോ ഇതൊരു ഹ്യൂജ് ക്രൈം ആണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇത് നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രസ് മീറ്റ് വിളിച്ചത്. എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം.